ചതിച്ചു കഷ്ടപ്പെട്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിച്ച നമ്മുടെ പാവപ്പെട്ട ഷാനവാസക്ക കോൺഗ്രസിന് വേണ്ടി ഇത്രയും അധ്വാനിച്ചിട്ടും പച്ചക്കളറുള്ള ഉള്ളിൽ ചുവപ്പുള്ള ഒരു ഓന്ത്, കമ്മ്യൂണിസ്റ്റ് ഓന്ത് അവസാന സമയം വരെ കൂടെ നിന്ന് ചതിച്ചു. അവസാനം 6-6 എന്നുള്ള നിലയിലെത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റിനു വേണ്ടി കാലുമാറി ആ മാഷ്. ഇയാളെ അധ്യാപകൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം കുട്ടികൾക്ക് ഇതാണ് ഇയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ നാളെ ഉണ്ടാവുന്നത് തലതെറിച്ച ഒരു സമൂഹമായിരിക്കും. എനിക്കധികം പറയാനില്ല, കാരണം ഷാനവാസക്കാരൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് വിഷമം വന്നു. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആള് കോൺഗ്രസിന് വേണ്ടി അധ്വാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വീഡിയോ അദ്ദേഹം തന്നെ പറയട്ടെ. ഭരണം ഇടതുമുന്നണി നിലനിർത്തി. നറുക്കെടുപ്പിലൂടെ വിജയി ഇത് കാലം തെളിയിക്കും, ഒരു സംശയമില്ല. അനക്കറിയില്ല ഇതിന്റെ കൈ മുസ്ലിം ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ജാഫർ മാഷ് CPM അനുകൂല പ്രസിഡന്റിന് വോട്ട് ചെയ്തിരിക്കുകയാണ്. എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 പ്രസിഡന്റുമാരും മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഒരാൾ നാമനിർദ്ദേശം കൊടുക്കുകയോ നാമനിർദ്ദേശം ചെയ്യുകയും മറ്റൊരാൾ പിന്തുണയ്ക്കുകയും വേണം. ഇന്ന് കൂറുമാറിയിട്ടുള്ള ആൾ ജാഫർ മാഷാണ് എന്നെ പിന്തുണച്ചത്. ഇവിടെ നിന്ന് വോട്ടെടുപ്പിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലും വോട്ടെടുപ്പിന് ശേഷവും ചർച്ചയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുത്തൊരു വ്യക്തി എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ചതി ചെയ്തതെന്നുള്ള കാര്യം വിശദമായിട്ട് UDF പഠിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലൊക്കെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്ന ആൾക്കെതിരെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നൊക്കെ നടപടി ഉണ്ടാകണം. കാരണം നമുക്കറിയാം, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മുസ്ലിം ലീഗിന്റെ ഷംല ഷിയാബിനെ പിന്തുണയ്ക്കേണ്ടവരാണ് ഞങ്ങൾ. അതുപോലെ തന്നെ ഇതര പഞ്ചായത്തുകളിൽ മുള്ളൂർക്കരയിൽ ദേശമംഗലത്ത് ഒക്കെ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ നീക്കിവെച്ചിരിക്കുന്ന ആ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി വോട്ട് ചെയ്യേണ്ട അംഗങ്ങളാണ് കോൺഗ്രസിൻ്റെയൊക്കെ ഉള്ളത്. അപ്പൊ ഇത്തരത്തിൽ അവസാന നിമിഷം വരെ നിന്നുകൊണ്ട് ചതിപ്രയോഗത്തിലൂടെ, അതായത് ജനങ്ങള് ഈ ബ്ലോക്ക് പഞ്ചായത്ത് UDFന്റെ കൈകളിൽ ഏൽപ്പിച്ചതാണ്. അത് ഈ 2 കൂട്ടരും സമാസമമായി കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്നെ പിന്തുണച്ച വ്യക്തി തന്നെ അവസാന നിമിഷം ഇത്തരത്തിൽ നടത്തിയ. പിന്നെ ഷാനവാസക്ക വിഷമിക്കാനൊന്നുമില്ല. നിങ്ങളെ എങ്ങനെ പോയാലും കിണ്ടി മുന്നണിക്കാരാണല്ലോ കേരളത്തിന് പുറത്ത്. പിന്നെ കേരളത്തിലും പല സ്ഥലങ്ങളിലും നിങ്ങൾ കിണ്ടി മുന്നണിയായിട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പൊ വിഷമിക്കാനൊന്നുമില്ല. നിങ്ങൾ ആര് ജയിച്ചാലും നിങ്ങൾ ഒന്നാണല്ലോ. അപ്പോൾ ഇത്തവണ പോട്ടെ, നമുക്ക് അടുത്ത തവണ ബ്ലോക്ക് പ്രസിഡന്റ് ആവാം. വിഷമിക്കണ്ട.